ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കുമ്പോൾ കാണുന്ന അപൂർവം വസ്തുക്കളിൽ ഒന്നാണ് ചൈനീസ് വൻമതിൽ എന്ന് പറയപ്പെടുന്നു. രാജ്യസുരക്ഷയ്ക്കായി ചൈനക്കാർ പണിതുയർത്തിയതാണ് ഈ വൻമതിൽ. ലോകാത്ഭുതങ്ങളിലൊന്നായ മതിൽ കാണാൻ നിരവധി പേരാണ് ചൈനയിൽ എത്തുന്നത്. വൻമതിൽ കയറി കിതച്ചുകൊണ്ടിരിക്കുകയാണ്. വൻമതിലിന് ഒരിക്കലും ഒരു വിരാമമാകുന്നില്ല. മാറി മാറി വന്ന രാജവംശങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി തീർത്ത ചൈനീസ് വൻമതിലിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള കണക്കുകളാണ് ഇന്നുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും വൻമതിലിന്റെ മൺമറഞ്ഞു പോയ ഭാഗങ്ങൾ കണ്ടെത്തുന്ന രീതിയുമുണ്ട്. 2 വർഷം മുമ്പ് പോലും ഗാൻസു പ്രവിശ്യയിൽ നിന്ന് 10 കിലോമീറ്റർ മതിൽ വീണ്ടെടുത്തു. എന്തായാലും 21,196 കിലോമീറ്റർ ദൈർഘ്യം ഈ ലോകവിസ്മയത്തിനുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. എണ്ണമറ്റ പോരുകൾക്കും സംഘർഷങ്ങൾക്കും സാക്ഷിയാണ് വൻമതിൽ. മതിൽ ദളങ്ങൾക്കിടയിൽ ചക്രവർത്തിമാർ പട്ടാള നിരീക്ഷണത്തിനും തിരിച്ചടിക്കുമുള്ള പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. മലമടക്കുകളിലെ മതിൽക്കെട്ടിൽ കൂറ്റൻ സിഗ്നൽ ടവറുകളും തീർത്തിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ഇത്രയും ഭീമമായ സംവിധാനം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് വൻമതിൽ ലോകവിസ്മയമായി മാറിയത്. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ലെങ്കിലും ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാൻ കഴിയുന്ന ഏക കാര്യം ചൈനീസ് വൻമതിലാണെന്ന വിശ്വാസം ഏറെക്കാലം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ മഹാത്ഭുതങ്ങളിലൊന്നായ വൻമതിലിനോടുള്ള ജനങ്ങളുടെ അഭിനിവേശം ഒരിക്കലും ശമിക്കുന്നില്ല. കേരളയ്ക്ക് വേണ്ടി വൻമതിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്.